എന്താ എന്തിനാ ഇവിടെ വന്ന് നിക്കണേ? ഞാൻ തുണി മാറുമല്ലേ? തുണി മാറുന്ന സ്ഥലത്ത് ആരെങ്കിലും വന്ന് നിക്കുവോ? എന്ത് പറഞ്ഞാലും അത് ചിരിച്ചോണ്ടങ്ങ് നിന്നോളൂ. ഇത്തിരി കഷ്ടമായി മര്യാദക്ക് ഒരു ഡ്രസ്സ് മാറാൻ പോലും സമ്മതിക്കില്ല. ഇത് എന്തുവായി നോക്കി നിൽക്കുവോ? അമ്മായി അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നോളാം. എന്ത് നോക്കി നിൽക്കുവാ? പോന്ന്. എന്ത് കഷ്ടതയല്ലേ ഇത്. കല്യാണത്തിന് വേണ്ടി ചേട്ടൻ ഇങ്ങനെ ഒരു വയ്യാത്ത ഒരാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഉപദ്രവം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. കഴിക്ക്, നല്ലോണം കഴിക്ക്, ഫുള്ള് കഴിക്കണം കേട്ടോ. മുഴുവൻ കഴിക്കണം. അമ്മ അമ്മ എത്ര നേരമായി മോളെ കഴിക്കാൻ വിളിക്കുന്നത്? എവിടെ പോയി കിടക്കുവായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു അമ്മ, കല്യാണത്തിന്റെ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പോയി. സമയം വൈകി അറിഞ്ഞില്ല. വിശന്നിട്ട് പാടില്ല, ചോറിന. അല്ല, അമ്മായി കഴിക്കുകയാണ്? അല്ല, ഇത്രയൊക്കെ ഭക്ഷണം കഴിക്കുവോ? അമ്മായി അത്യാവശ്യം ഭക്ഷണം കഴിക്കും. ദേഹത്തൊന്നും അധികം കാണുന്നില്ലെന്നുള്ളൂ. നല്ലോണം ഭക്ഷണം കഴിക്കും. ഇതെന്താ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നേ? വലത്തെ കൈ കൊണ്ട് കഴിക്കില്ലേ? അത് പിന്നെ വലത്തെ കൈക്ക് വലിയ സ്വാധീനം ഇല്ലല്ലോ മോളെ, അതുകൊണ്ടാ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നത്. വലത്തെ കൈ ഇച്ചിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ വായിലോട്ട് എത്തത്തില്ല. ഇടത്തെ കൈ കൊണ്ടാവും മര്യാദക്ക് കഴിച്ചോടും. അതുകൊണ്ടാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തെ അമ്മായി ഇങ്ങനെയാ. അന്ന് ഇത്ര കൂടി ഒരു ചിരിക്കുകയോ മിണ്ടുവൊന്നും ഇല്ല. ഞാൻ വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ മിണ്ടുവും ചിരിയൊക്കെ തുടങ്ങിയത്. ഇപ്പൊ എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കും, വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ, അച്ഛൻ്റെ അമ്മയെ കൊണ്ടായിരുന്ന സമയത്ത് എന്തു പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവര് തമ്മിൽ കിരി ബാബു, എപ്പോഴും വഴക്കാ രണ്ടുപേരും തമ്മിൽ. ഞാൻ പറഞ്ഞ ഭക്ഷണം കഴിക്കും, ഡ്രസ്സ് മാറും, കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കും. കുളിപ്പിച്ചു കൊടുക്കണൊക്കെ ഞാനാട്ടോ, കുളിപ്പിച്ചു കൊടുക്കണ ഞാനാ. അപ്പോൾ എല്ലാ കാര്യവും ചെയ്തോളൂ. അങ്ങനെ ഒരു പാവം കൊച്ചു പോലെ അങ്ങ് നിന്നോളൂ. അല്ലേ അമ്മായി? ശരിയാട്ടോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, അമ്മായി അത്യാവശ്യം വയ്യാത്തതല്ലേ? അപ്പൊ എന്തിനാ നമ്മള് വീട്ടിൽ നിർത്തണേ? ഇങ്ങനെ വയ്യാത്ത ആൾക്കാരെ നോക്കാൻ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റോ അങ്ങനെയൊക്കെ കൊണ്ടുള്ള സ്ഥലത്ത് കൊണ്ടാക്കിക്കൂടെ? അല്ല മോളെ, അതിന് അമ്മായിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒത്തിരി വീടുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒത്തിരി വയ്യാത്തവരെ, തീരെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റാത്തവരെയൊക്കെ കൊണ്ടാക്കുന്നേ. നമുക്ക് അങ്ങനെ ആവശ്യമില്ലല്ലോ. അമ്മ ഇതിന്റെ പാട്ട് നോക്കി ഇതോടെ ഇങ്ങനെ പോകും. നമ്മളെ കൊണ്ട് നമുക്ക് ഒരു ശല്യവും ഇല്ല. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു പിച്ചുമ്പയും പറയലോ പിറുപിറുക്കലോ ഒന്നുമില്ല. ഒരു പാവാ. അമ്മായി എന്തായാലും കഴിച്ചു കഴിഞ്ഞില്ലല്ലോ, അമ്മയുടെ കൂടെ ഇത് മോളും കൂടെ കഴിക്ക്. വിശന്നിരിക്കുവല്ലേ? ഞാൻ ചോറെടുക്കാം. അല്ല, എനിക്കിപ്പോ ചോറ് വേണ്ട. ഒന്നാമത് എനിക്കിങ്ങനെ ഇടത്തേക്ക് കൊണ്ടും കൈ കൊണ്ടൊന്നും ഭക്ഷണം കഴിക്കണ ഇഷ്ടമല്ല. ഒന്നാമത് ഞാൻ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അമ്മായി ഇങ്ങനെ ചോറൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആക്കി എനിക്ക് ഛർദ്ദിക്കാൻ വരും. ശരിയാവില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ അമ്മായി കഴിച്ചു കഴിയുമ്പോഴേ ഞാൻ പറയാം, മോളപ്പം വന്നാൽ മതി. ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും കേട്ടോ. കൊച്ചിന് വേണ്ടാന്ന്. അയ്യോ, ഇതെന്തേ കാണിക്കുന്നേ? എന്ത് വിലവെടുപ്പുള്ള മേക്കപ്പ് സാധനങ്ങളാണെന്നറിയോ? അതവിടെ വെക്കാൻ അങ്ങോട്ട്. ഇതാരും എടുക്കാൻ പറഞ്ഞേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ റൂമിൽ അനാവശ്യമായിട്ട് കയറാൻ എനിക്ക് ഇഷ്ടമല്ല. നോക്കി നിൽക്കേണ്ട സാധനം അവിടെ വെച്ചിട്ട് ഇറങ്ങി പോയത്. അമ്മായി എന്താ പറ്റി? ഇത് നോക്കിയേട്ടാ, എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചോണ്ട് നിൽക്കുക. എന്തൊരു കഷ്ടമായത്. അതൊക്കെ താഴെ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അമ്മായി മേടിച്ചു തരുമോ? അത് പോട്ടെ. അമ്മായിനെ അമ്മ വിളിക്കണ്ട്, എന്തോ ഭക്ഷണം കഴിക്കാനാ വിളിക്കണ്ട്. അമ്മ അങ്ങോട്ട് ചെല്ല്. ഇത്രയും കാലത്തിനിടെ ഇതുവരെ നീ പറഞ്ഞ രീതിയിലും മോശമായിട്ട് ഞങ്ങൾ ആരും അമ്മയോട് സംസാരിച്ചിട്ടില്ല. നീ പറഞ്ഞത് ചെയ്ത് ഭയങ്കര മോശമായി പോയിട്ടാ. എനിക്ക് എന്റെ സാധനങ്ങൾ വേറെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല. അത് പ്രത്യേകിച്ച് അമ്മയെപ്പോലുള്ള ആൾക്കാർ നശിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നയാ. എനിക്ക് അങ്ങനെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറയും, അതിനറിയാണ്ട് അത് എടുത്തതാണ്. അതിനെന്താന്ന് പോലും അറിയത്തില്ല. അത് എന്തോന്നും എടുത്തു നോക്കിയിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താ? മര്യാദക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മ ഭയങ്കര മോശമായി പോയിട്ടാ. ഇഷ്ടം. എല്ലാരും കൂടെ തലയെ കയറ്റി വെക്കുക തള്ളനെ. തൊട്ടനും പിടിച്ചതിനൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി മാറി നിൽക്കും. ഇവരൊന്നും പറയാണ്ട് ഈ അമ്മായി എന്ന് വെച്ചോണ്ടിട്ടാ ഈ തള്ള ഇങ്ങനെ സൂക്കെടുത്തിന്. ദൈവമേ, ഇതൊരു കഷ്ടമാണിത്. വളരെ മൂലയ്ക്ക് ഇരുത്തുന്നതിന് പകരം അങ്ങ് തലയെ കയറ്റി വെച്ചേക്കുക എല്ലാരും കൂടി. എന്റെ
എൻ്റെ അമ്മേ, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു. ഇവിടെ അമ്മായി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഏതു നേരം ഇവിടെ ചുറ്റിപ്പറ്റി എന്റെ പുറകെ തന്നെ നടക്കും അമ്മേ. ദൈവമേ, എന്തൊരവസ്ഥയാ! നല്ല ശല്യമാണല്ലേ? ആ, നല്ല ശല്യമാ. ഞാൻ അത് എങ്ങനെയൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ അത്രയും കഷ്ടപ്പാടുണ്ട്. ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കും, ഒന്നും മിണ്ടത്തൊന്നുമില്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് എന്റെ പുറകെ നടക്കുക. അത് എന്താ ചെയ്യും? ഇവരൊന്ന് ഒഴിവാക്കിയിട്ടാൽ എന്താ ഒരു വഴി? എന്റെ പൊന്നു മോളെ, അതിനെ ഒഴിവാക്കുന്നത് നടക്കുന്ന കേസല്ല. നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന തറവാടും അതിന് ചുറ്റുമുള്ള പറമ്പ് വരെ ആ തള്ളയുടെ പേരിൽ എഴുതി വെച്ചേക്കുക. ഞാൻ എന്റെ കല്യാണ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ ഇടയിൽ കിടക്കണ്ട. അപ്പൊ ആ തള്ള ചാവാണ്ട് ഈ ഇവിടത്തെ എന്റെ കെട്ടിയവന്റെ അച്ഛന് പോലും ഒന്നും കിട്ടില്ല. ദൈവമേ, നിന്റെ അമ്മായിച്ചൊരു അവകാശമില്ല, തള്ളയുടെ പേരിലല്ലേ ഇരിക്കണേ. എന്റെ ദൈവം, എന്റെ കഷ്ടാണെന്ന് പറഞ്ഞാ മതി അമ്മ. ഇവിടുത്തെ ചേട്ടന്റെ അമ്മയാണെങ്കിൽ കൊച്ചുങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ അമ്മ. ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അമ്മായിനെ പോലത്തെ ഒരു കുഞ്ഞുണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാ. അതൊക്കെ ഓർത്തിട്ട് ടെൻഷനായിട്ട് പാടില്ല. അനുഭവിച്ചോടി, നീ അനുഭവിക്കണം. ഞാൻ നിന്നോട് കല്യാണാലോചന വന്ന സമയത്തേ പറഞ്ഞ ഇത് വേണ്ട വേണ്ടത്. അപ്പൊ നിനക്ക് തലയിൽ കയറി ഇഷ്ടപ്പെട്ടിരിക്കുവായിരുന്നു ചെറുക്കനെ. ഒരു ചെറുക്കൻ കല്യാണാലോചിച്ച് വന്നപ്പോഴേക്കും അതിന്റെ പുറകെ നടക്കുന്ന അവള്. നീ അനുഭവിക്കണേ, നീ അനുഭവിക്കുക. എന്നെ വിളിച്ച നീ ഒരു പരാതിയും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ 100 വർഷം പറഞ്ഞ ഈ കല്യാണാലോചന വേണ്ട വേണ്ട വേണ്ട. അതൊന്ന് കല്യാണാലോചന വന്നപ്പോ ചേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമായി. ചേട്ടന്റെ അമ്മയും കുഴപ്പമില്ല. ഈ അമ്മായി വയ്യാത്തൊരാളുണ്ടെന്ന് പറഞ്ഞു. അത് ഇത്ര കുഴപ്പമാണെന്ന് എനിക്ക് വിചാരിക്കുമോ? ഞാൻ അന്ന് അത്ര ബോധമൊന്നും ഇല്ലല്ലോ അമ്മേ. ഒരു ആവേശം മൊത്തം കെട്ടിയതാ. അമ്മയും കൈവിട്ടു. എന്റെ ഒരു വിധി. അയ്യോ അമ്മ, അയ്യോ എനിക്ക് ഉണ്ടല്ലോ. ഏട്ടാ ഏട്ടാ ഏട്ടാ, അമ്മ, ഏട്ടനെ അമ്മ ആരെയൊന്ന് വിളിക്കേ. അമ്മേ, വിട്ടോ വിട്ടോ, കുഴപ്പമില്ല. എന്താ എന്തു പറ്റി? എന്റെ ഏട്ടൻ എത്ര നേരം കിടന്ന് വിളിക്കുന്നത്. ഞാനോട് ബാത്റൂമിൻ്റെ അടുത്ത് തെന്നി വീണു. അമ്മേനെ ഏട്ടനെ എന്തോരം കിടന്ന് വിളിച്ചെന്നറിയോ? അമ്മായി വന്നിട്ടാ എന്നെ പിടിച്ച് എഴുതിപ്പിച്ച് എണീക്കാൻ പറ്റാണ്ടായിപ്പോ. അമ്മായി പൊക്കോ, ഞാൻ അവളെ റൂമിൽ കൊണ്ടൊക്കെ എത്തിക്കോളാം. കുഴപ്പമില്ല കുഴപ്പമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പൊക്ക പൊക്ക. നിനക്കല്ലായിരുന്നോടി അമ്മായിനെ കണ്ണിനേരെ കണ്ടുകൂടാത്തത്. നീ എന്തൊക്കെയാ പറയാറ്? അതിനോട് എന്തെങ്കിലും സ്നേഹമായിട്ട് നീ സംസാരിക്കാറുണ്ടാ? എന്നിട്ട് നിനക്കിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ ആരെയും നിനക്ക് കിട്ടിയില്ല. അമ്മായി മാത്രം ഓടി വന്നു നിന്റെ കരച്ചിലിട്ടിട്ട്. ഇനി അതിൻ്റെ സ്നേഹം നിനക്കറിയില്ല. സത്യം പറഞ്ഞാൽ അമ്മായിയുടെ അത്ര വിവേകം പോലും നിനക്കില്ല. നീ എന്തൊക്കെയാ പറഞ്ഞത് അമ്മായിനെ? എടി, നിനക്കറിയോ, ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു കഷ്ണം ആ മാങ്ങ തിന്നുവാണെങ്കിൽ കൂടി നിനക്ക് തന്നോന്ന് ചോദിച്ചിട്ടേ അമ്മായി കഴിക്കുകയുള്ളൂ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ കാലമൊന്നും ആയില്ലല്ലോ, 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നിന്നെ ഭയങ്കര ഇഷ്ടമായിന്. നീ പക്ഷെ അതിൻ്റെ സ്നേഹം കണ്ടില്ല. തൊട്ടേനും പിടിച്ചേനും അതിന് ചീത്ത പറയാനും അതിന് വെറുപ്പോടെ നോക്കാൻ മാത്രം നിനക്കറിയുള്ളൂ. പിന്നെ നീ നിന്റെ അമ്മയോട് വിളിച്ച് സംസാരിക്കണൊക്കെ ഞാൻ കേട്ടു. അമ്മായി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളൊട്ട് ഒഴിവാക്കാനായിട്ട് പോകുന്നുമില്ല. നീ നിന്റെ അമ്മയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നാളെ നമുക്ക് ഇങ്ങനൊരു വൈകല്യമുള്ള കുഞ്ഞുണ്ടായാൽ തന്നെ അതിനെ പൊന്നുപോലെ നോക്കാൻ എനിക്കറിയാം. പിന്നെ ഇതൊക്കെ തരുന്നത് ദൈവമാണ്. കുഞ്ഞുങ്ങളെ നൽകുന്നതൊക്കെ ദൈവമാണ്. ദൈവഹിതം ഇനി അമ്മായിയെപ്പോലെ ഒരു കുഞ്ഞിനെ തരാനാണ്, അല്ലെങ്കിൽ അതിലും വയ്യാത്തൊരു കുഞ്ഞിനെ തരാനാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. നീ നിന്റെ നില മറന്ന് നീ ജീവിക്കരുത്. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. കല്യാണത്തിന് മുന്നേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമ്മായി ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികളെ പോലെ അല്ല. അച്ഛനും അമ്മയും മാത്രമല്ല, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, വേറെ ഒരാൾ കൂടെ ഉണ്ട്. അവരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. നീ പെണ്ണ് കാണാൻ വന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിനക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് നിനക്ക് കുഴപ്പമുണ്ടാവുന്നത്. ഇതാണ് നിന്റെ സംസ്കാരം. ബുദ്ധി വിവേകത്തോടെ നീ ചിന്തിക്കാൻ നോക്ക്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നോക്ക്. അങ്ങോട്ട് നൽകുന്ന സ്നേഹം മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. അല്ലാണ്ട് അമ്മായിയെ പോലുള്ള ആൾക്കാരെ അകറ്റി നിർത്താൻ നോക്കിയാൽ നിനക്കാണ് വൈകല്യം, അമ്മായിക്കല്ല വൈകല്യം. നിന്നെ പോലെ ഒരുത്തിയെ തന്നെയാണല്ലോ ഞാൻ ഈ വീട്ടിലേക്ക് കെട്ടിക്കയറിക്കൊണ്ട് വന്നത്. കഷ്ടം. എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി. ഞാൻ ആൾക്കാരെ മനസ്സിലാക്കുന്നത് തെറ്റുപറ്റിപ്പോയി. ചിലപ്പോൾ നമ്മൾ ഏറ്റവും വെറുക്കുന്നവരായിരിക്കും നമുക്കൊരു കാലത്ത് ഉപകാരം ഉണ്ടാവുന്നത്.